അല്ലാഹു തആല മുനാഫിക്കീങ്ങളുടെ എല്ലാ സിറുകളും രഹസ്യങ്ങളും റസൂലുള്ളാഹിക്ക് വ്യക്തമാക്കി കൊടുത്തു. അത് എല്ലാ സ്വഹാബികൾക്കൊന്നും റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടില്ല. ചില സ്വഹാബികൾക്കൊക്കെ അല്ലാഹു തആല അള്ളാഹിൻ്റെ റസൂൽ അത് വെളിവാക്കി കൊടുത്തിരുന്നു. അതിൽപ്പെട്ടൊരു സ്വഹാബിയായിരുന്നു ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇത്തരം സീക്രട്ടുകളൊക്കെ അദ്ദേഹത്തിന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ഓരോ നാട്ടിലേക്ക് ഗവർണർമാരായിട്ട് നിശ്ചയിച്ചവരൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ ആരെയും മുനാഫിക്കങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു. പിന്നെ മദീനത്ത് ആരെങ്കിലും മുഅ്മിനീങ്ങൾ മരിച്ചാൽ ഉമർ ഫാറൂഖാണ് പോകണമെങ്കിൽ ആദ്യം ഹുദൈഫ പോയണോ നോക്കും. ഹുദൈഫ പോയണോന്ന് പിന്നെ ഒരിക്കൽ വന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹുദൈഫനോട് ചോദിക്കുകയാണ്, അല്ല ഞാൻ അതിൽ പെട്ടണമെന്ന്. ആര്? മുനാഫിക്കങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടോന്ന്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ടീം മുനാഫിക്കുകളാണ്. അതുകൊണ്ട് അല്ലാഹു തആല നീട്ടിപ്പരുത്തിയതിനെ പറ്റി പറയാണ്, മുഅ്മിനീങ്ങളെ ആ മുനാഫിക്കുകൾ ദുനിയാവിൽ തന്നെ വലിയ ദില്ലത്തുണ്ടായി, വലിയ നിസാരത ഉണ്ടായി. വല്ല നേതാവിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, നേതാവാരായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലാം. പിന്നെ വേറെ ചങ്ങേനെ പറഞ്ഞില്ലേ, സഅലബ ഖുർആനിൽ പറഞ്ഞത് മുനാഫിക്കിനെ, വലിയ സ്വഹാബിയായിരുന്നു. പിന്നെ പൈസ ഉണ്ടാകാൻ വേണ്ടി വരുന്നു, അങ്ങനെ ആയുധങ്ങൾ കണ്ടില്ലേ, പറ്റ നിന്ദ്യനായി പോയില്ലേ. ആ കച്ചവടം കണ്ടി കിട്ടിയ ഗുണങ്ങൾ കണ്ടില്ലേ. ദുനിയാവും തന്നെ തിരിച്ചടി ഉണ്ടായി. ഇനി നാളെ പരലോകത്തോലെ കാത്തിക്കണ കച്ചവടം, അതിൻ്റെ ലാഭം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വെളിച്ചൊന്നും ഉണ്ടാവില്ല. മുഅ്മിനീങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കും ഇടയിൽ ഏത് പേരാണ് മതിൽ കൊണ്ട് വന്നിട്ട് ഇവർ നരകത്തിക്കണ്ടാകുകയാണ്. ഇതൊക്കെയാണ് ഈ കച്ചവടം കൊണ്ട് കിട്ടിയ ഗുണം. മുഅ്മിനീങ്ങൾക്കോ? മുഅ്മിനീങ്ങൾക്ക് ഖബറിന്ന് നീച്ചലോട് കൂടെ വാഹനം, അള്ളാഹിൻ്റെ കോടതിയിലേക്ക് പോകാൻ വാഹനം, വെളിച്ചം, സിറാത്ത് പാലത്തുമ്മലൊക്കെ പോലെ ഇടി മിന്നും പോലെയാണ് മുഅ്മിനീങ്ങൾ പോണത്.